ഹായ് ഹലോ ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വെഡ്ഡിങ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്തിനെ പറ്റിയാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിനിട്ട് ഓർണമെൻറ്റ്സിനെ കുറിച്ചാണ്. സോ ഞാൻ എൻ്റെ ഫസ്റ്റ് ലുക്ക് ഓറഞ്ച് ആൻഡ് വയലറ്റ് കോമ്പിനേഷൻ സാരിയുടെ ഫസ്റ്റ് ലുക്ക് ഓർണമെൻറ്റ്സ് ഞാൻ AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എടപ്പള്ളി എറണാകുളം അവിടെ നിന്നായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോയത്. ശബരി ചേട്ടനാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഈ ജ്വല്ലറി. പക്ഷേ ഭയങ്കര അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സണലി. നമ്മൾ ആദ്യം ചെന്നു. ശബരി ചേട്ടനും ഉണ്ടായിരുന്നു, എൻ്റെ അമ്മയും ഗോകുലിൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ഓപ്ഷൻസ് നോക്കി, ഓരോന്നായിട്ട് ഞാൻ അതിട്ട് നോക്കി. എത്ര 14,000 ഗസ്റ്റ് ചെയ്ത് കറക്റ്റ്. പിന്നെ ഗസ്റ്റിംഗിൽ ഒരു ഇങ്ങോട്ട് ഞാൻ നോക്കട്ടെ. ഗിവ് ഇത് ക്ലാസ് ചുമ്മാ. നമുക്ക് ആക്ച്വലി ഏറ്റവും ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ നിറഞ്ഞൊരു ഏരിയ ആണ്. ഒന്ന് ഡ്രസ്സ്, സാരി ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്, പിന്നെ അതിന് മാച്ചിങ് ഓർണമെന്റ്സ്. നമുക്ക് എത്ര എടുത്താലും ഒരു തൃപ്തി. എനിക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, അത് വേണോ ഇത് വേണോ. പക്ഷേ ശബരി ചേട്ടനെ പോലുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പകുതി ടെൻഷൻ കുറഞ്ഞു കിട്ടും. കാരണം ആൾക്കൊരു ക്ലിയർ വ്യൂ ഉണ്ടായിരിക്കും എങ്ങനെയായിരിക്കണം ഫുൾ ഔട്ട്പുട്ട് വരേണ്ടത്. അപ്പോൾ ചേട്ടനെ എടുത്ത് കാണിക്കുന്നതിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. സോ അത് ശബരി ചേട്ടനെ പോലെ നമുക്ക് നമ്മുടെ ഫുൾ മേക്ക് ഓവറിന് ഒരു സ്റ്റൈലിസ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് പകുതി ടെൻഷൻ ചേട്ടനെ ഏൽപ്പിക്കാം. ചേട്ടൻ പകുതി ടെൻഷനും എടുത്തോളൂ. നിങ്ങൾ മാച്ചിങ് ആണല്ലേ. ശ്രീകുട്ടനാ എന്റെ പേര് മാറ്റി പോയാ. ഈ സ്വർണം കൊണ്ട് ഓടിയാ പിടിക്കവരെ രാമോദ്ര വാടാ ഇങ്ങോട്ട്. നല്ലത് കിട്ടി. ഏത് ടൈപ്പ്
ഞങ്ങളുടെ പൊന്നാണ് 18-ാം തീയതി വരെ ആന്റി എന്തും പറഞ്ഞു എന്റെ പൊന്നാണ് തങ്കക്കൂടമാണ്. 18-ാം തീയതി റൂം ചെക്കൗട്ട് ചെയ്തില്ലേ നീ? എന്താ ഇവിടെ അങ്ങനെ എൻ്റെ ഓർണമെന്റ്സ് ഒക്കെ ഏകദേശം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. താഴത്തെ മാല ഓർ അതിന് തൊട്ട് മുകളിലത്തെ മാല അതിലേതെങ്കിലും ഒരെണ്ണേ ഇടുള്ളൂ എന്നായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ വളകളും കറക്റ്റ് എൻ്റെ സൈസിന് മാച്ചിങ് ആയിട്ട് കിട്ടി. സോ ഇത് ഫുൾ AGDൻ്റെ ഗോൾഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് അന്ന് എൻ്റെ കല്യാണത്തിൻ്റെ ലുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സാരിയുടെ കൂടെ പെർഫെക്റ്റ് മാച്ചായിരുന്നു. ആൻഡ് ഈ കമ്മലിലും ഓറഞ്ചിൻ്റെ ചെറിയ ചെറിയ മുത്തുകളും ഉണ്ട്. അമ്മയും ഗോകുലും എല്ലാവരും ഹാപ്പി ആയിരുന്നു. പിന്നെ അവിടെ താഴത്തെ സെക്ഷനിൽ ഞങ്ങൾ ചുമ്മാ നോക്കുന്നുണ്ടായിരുന്നു. ചെറിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറീസ്, ഒരുപാട് നല്ല ഭംഗിയുള്ള വെറൈറ്റി കളക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാം ഇങ്ങനെ നോക്കി. അങ്ങനെ ഞങ്ങൾ ഗോൾഡ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ നെറ്റിച്ചുട്ടി, വള, ഒടിയാണം അതൊക്കെ നോക്കാനായിട്ട് ഞങ്ങൾ കുശാൽസിൽ വന്നു, എറണാകുളത്ത് തന്നെയുള്ള. സോ ഇത് ഓൾറെഡി ശബരിച്ചേട്ടൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന ഒരു നെറ്റിച്ചുട്ടിയായിരുന്നു. ചേട്ടൻ്റെ മനസ്സിൽ സെൻറ്റർ ഇങ്ങനെ നെറ്റിച്ചുട്ടിയും അതുപോലെ തന്നെ നടുക്കും കൂടെ ഒരെണ്ണം വേണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് നടുക്കൊരു പോലെ റൗണ്ടായിട്ട്. സോ ഇതാണ് ഓൾറെഡി നോക്കി വെച്ചിരുന്ന നെറ്റിച്ചുട്ടി. ഇതെൻ്റെ ഫേസിന് നല്ലോണം മാച്ച് ആവുന്നുണ്ടായിരുന്നു. സോ എനിക്കൊന്ന് ഇത് തന്നെയാണ് ഞാൻ കല്യാണത്തിന് ഇട്ട എൻ്റെ സെൻറ്റർ പീസ്. ഹായ്. ഈ നടുക്കത്തെ സെൻറ്റർ പീസാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് ശബരിചേട്ടൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇത് അധികം അങ്ങനെ കണ്ടിട്ടില്ല ഒരു ബ്രൈഡ്സും വെക്കുന്നത്. ലൈക്ക് ഒന്നില്ലെങ്കിൽ സെൻറ്റർ മാത്രം വെച്ചിട്ട് ഇറ പോലത്തത് വെക്കും, ഓർ ഫ്രണ്ടിലത്തെ ആ ഇത് മാത്രമായിട്ട് ഉണ്ടാകും. സോ പക്ഷെ ഇത് എനിക്കും ഇഷ്ടപ്പെട്ടു ഈ പറഞ്ഞ കോൺസെപ്റ്റ്. അപ്പം നടുക്ക് പക്ഷെ ഞങ്ങൾ ഇതല്ല വെച്ചത്, വേറെ ഒരു ടെമ്പിളിൻ്റെ ഒരെണ്ണമായിരുന്നു. ആൻഡ് വളകളും എൻ്റെ സെക്കൻഡ് ചേഞ്ചിനും തേർഡ് ചേഞ്ചിനും ഇവിടെ നിന്നാണ് എടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ മധുരം വെപ്പിന് വേണ്ടിയിട്ട് ഇടാനുള്ള ഓർണമെൻറ്റ്സും കൂടെ ഇവിടെ നിന്ന് നോക്കി. എൻ്റെ വൈറ്റ് ഗൗൺ ആയിരുന്നു. സോ അതിന് മാച്ചിങ് മാല നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ മാറി മാറി നോക്കി. പക്ഷെ എനിക്ക് ബ്ലൂ കളർ സ്റ്റോൺ വരുന്ന ഒരു മാല വേണം എന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി ഗ്രീൻ കളറാണ് എൻ്റെ പാർട്ടിക്ക് ഇട്ടത്. അങ്ങനെ നോക്കിയപ്പോൾ ഇതാ കറക്റ്റ് എക്സാക്റ്റ് നടുക്കൊരു ബ്ലൂ കളർ സ്റ്റോൺ ഉള്ളൊരു നല്ലൊരു നെക്ക് പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണിത്. അങ്ങനെ ഫ്രം കുശാൽസ് ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ വാങ്ങി. പിന്നെ കൊലുസും ചെവിയിൽ വെക്കുന്ന മാട്ടിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. സോ Bye.